നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു വൈറൽ ഫോട്ടോയുണ്ട്. CPM-കാരുടെ മൂട്ടിലിട്ട് പൊട്ടിക്കുന്ന നല്ല ഒന്നാം തരം ഒരു ഫോട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ ചിത്രം. വന്ന് ക്യാപ്സൂൾ ഉണ്ടാക്കുന്നവന്മാരും പിണറായി വിജയനെ തെറിവിളിക്കുന്നു. കണ്ണൂരിലെ ബോംബ് കഥയിൽ രാവിലെ മുഖ്യൻ വന്ന് പറയുന്നു, ബോംബ് ഉണ്ടാക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. വൈകിട്ട് ബോംബുണ്ടാക്കിയവർക്കും CPM സ്മാരക നിർമ്മാണം ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത്. ബോംബുണ്ടാക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന മുഖ്യന്റെ പ്രസ്താവന കണ്ണൂരിലെ CPM കൂട്ടത്തെ ഒന്ന് പൊള്ളിച്ചിട്ടുണ്ട്. ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന CPM സൈബർ കൂട്ടമാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിന്നാൽ എന്ത് ക്യാപ്സൂൾ ഇറക്കുമെന്നാണ് അടിമകളുടെ രോദനം. എവിടെയെങ്കിലും ഒരിടത്തുറച്ചു നിൽക്കും മനുഷ്യാന്ന് ക്യാപ്സൂൾ ടീം പറയുന്നു. അടുത്തിടെ ബോംബ് നിർമ്മാണത്തിൽ മരിച്ചത് CPM-കാർ, പാനൂരിൽ പൊക്കിയത് DYFI ടീമിനെ. എന്നിട്ടും പിണറായി പറയുന്നു ബോംബ് ഉണ്ടാക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന്. ലേശം ഉളുപ്പുണ്ടോ മനുഷ്യ ഈ വർത്തമാനം പറയാൻ? ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവർക്ക് സ്മാരകം പണിത് അത് നാട്ടുകാരെ അറിയിച്ച് ഉദ്ഘാടനം നടത്തിയ ഈ ഐറ്റങ്ങൾ ഉപദേശിക്കലും മറ്റേ പരിപാടിയും കൂടി ഒരുമിച്ച് നടത്തുന്നവരാണ്. ഏതായാലും മുഖ്യമന്ത്രി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് നടപടിയെടുക്കുമെന്നൊക്കെ പറയുന്നത്. ബോംബ് നിർമ്മാണത്തിന് വായ്പ അനുവദിച്ച് കുടിൽ വ്യവസായമാക്കും ഇവർ. അതിനെക്കുറിച്ച് വേണേൽ ചിലപ്പോൾ ആലോചിച്ചേക്കും. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പറയുന്ന നിലപാടാണ് CPM-നെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നും പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇവരുടെ പാർട്ടിക്കാർ ബോംബ് നിർമ്മാണത്തിൽ മരിച്ചവർക്ക് സ്മൃതി മണ്ഡപവും ബലി കുടീരവും ഒക്കെ പണി കഴിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ കണ്ണൂരിലേക്ക് ചെന്നു കഴിഞ്ഞാൽ CPM-ന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയറിലാണ്. കാരണം ജനങ്ങളെല്ലാം ഇളകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി നടപടി എടുക്കുമെന്ന് പറഞ്ഞതിനെയും കണ്ണൂരുകാർ പരിഹസിക്കുകയാണ്. കാരണം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കണ്ണൂരുകാർ തന്നെ പറയുന്നു. കാരണം ബോംബ് ഉണ്ടാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതും എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതും ഈ പാർട്ടിക്കാർ തന്നെയാണ്. ഉന്നത നേതാക്കളൊക്കെ തന്നെയാണ് ഇതിന് വഴിവെച്ചു കൊടുക്കുന്നത്. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന അണികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നത്. അവരാണ് ഈ നിർമ്മാണത്തിനിടെ പൊട്ടിച്ചിതറി പോകുന്നതും. ആ കുടുംബത്തിന് പോയി. പക്ഷേ CPM-ന്റെ ഒരു നേതാക്കളുടെ കുടുംബത്തിനും ഒരു പോറൽ പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു, ഇതൊന്നും ഒരു കാലത്തും നേരെയാകാനും പോകുന്നില്ല. ഇവരുള്ളിടത്തോളം കാലം ഇവരുടെ ധാർഷ്ട്യമാണ് കണ്ണൂരിൽ നടക്കാൻ പോകുന്നത്. അതിനപ്പുറം ഒരു നടപടിയും ആർക്ക് നേരെയും എടുക്കില്ല. പോലീസിന് പോലും പേടിയാണ് ഈ CPM-കാർക്കെതിരെ ഒരു കേസ് എടുക്കാനോ അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽ കയറി ഒരു പരിശോധന നടത്താനോ. ഇതിനിടെ തലശ്ശേരി ACP ഷഹൻഷായുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തപ്പോൾ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇരു സംഘങ്ങൾ തമ്മിൽ നേരത്തെ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇതിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ബോംബ് ശേഖരിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടവർക്കും പരിക്കേൽക്കുന്നവർക്കും ജില്ലയിൽ ഒരു കുറവുമില്ല. 2.5 മാസം മുൻപാണ് പാനൂർ മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് CPM പ്രവർത്തകൻ കൈവേലിക്കൽ കാട്ടീൻ്റെവിട ഷെറിൻ കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന 3 DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെ ഭയപ്പെടുത്താനും പാർട്ടി ഗ്രാമങ്ങളിലെ മേധാവിത്വം ഉറപ്പിക്കാനുമാണ് ജില്ലയിൽ ബോംബ് പരീക്ഷണങ്ങൾ നടക്കാറുള്ളതെങ്കിലും അടുത്തിടെയായി ഇപ്പോൾ എവിടെ വേണമെങ്കിലും സ്ഫോടനം നടന്നേക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് രാഷ്ട്രീയ നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ ജില്ലയുടെ പലയിടത്തും ബോംബ് സ്ഫോടനങ്ങൾ തുടർക്കഥയാകുകയാണ്. പാനൂർ വടക്കേ പൊയിലൂർ മയിലാടിക്കുന്നിൽ നിന്ന് 2008 നവംബർ 13 പോലീസ് പിടികൂടിയത് 125 നാടൻ ബോംബുകളാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോംബുകൾ പിടികൂടിയ കേസായിരുന്നു അത്. ഇത്രയേറെ ബോംബുകൾ ആരാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്താൻ ഇക്കാലമായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ മാത്രമല്ല, ബോംബുകൾ പിടികൂടുന്ന മിക്ക കേസുകളിലും ഇതുതന്നെയാണ് സ്ഥിതി. സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുക്കുമെങ്കിലും നിർമ്മിച്ചയാളെയോ പ്രേരിപ്പിച്ചയാളെയോ കണ്ടെത്താനാവില്ലെന്ന് മാത്രം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കണ്ണൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും മറ്റുമായി പോലീസ് കണ്ടെടുത്തത് 250 ബോംബുകളാണ്. ഒപ്പം ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെടുക്കുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കണം, CPM-ന്റെ നേതാക്കളൊക്കെ തന്നെയാണ് ഈ മന്ത്രിസഭയിലുള്ളത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരം ഭരിക്കുന്നതുമെല്ലാം കണ്ണൂരിൽ നിന്നുള്ള ആളാണ്. കൂടാതെ മന്ത്രിമാരും സ്പീക്കറും ഒക്കെ കണ്ണൂരിൽ നിന്നുള്ളവർ. എന്നിട്ടും
കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിൽ ഒരു അറുതി വരുത്താൻ ഇതുവരെയും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ സർക്കാരിനെന്ന് മാത്രമല്ല, ഏത് സർക്കാർ, UDF ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കണ്ണൂരിലെ ഈ വിഷയത്തിൽ മാത്രം ഒരു നടപടിയും ഒരു കാലത്തും എടുക്കാൻ ഈ മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല.